19 ദിവസം ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 23 അധ്യായം 53 വചനമാണ്. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി സംസ്കരിക്കുന്ന വചനഭാഗമാണ് നാം ഇവിടെ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തില് ഇത് രണ്ടുപേര് ചേർന്നാണ് അത് ചെയ്യുന്നത്. അരിമത്യക്കാരൻ ജോസഫും നിക്കോദോമോസും കൂടി ഒരുമിച്ചാണ് യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാരാണ്. രണ്ടുപേരും യഹൂദരുടെ ആലോചന സംഘത്തിലെ ആളുകളാണ്. പക്ഷെ ഇവർ യേശുവിനെ വധിക്കാനുള്ള യഹൂദരുടെ ആലോചനയിൽ ഒരു പങ്കു ചേർന്നില്ല എന്ന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ അരിമത്യക്കാരൻ ജോസഫ് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിന്റെ കുരിശുമരണത്തിന്റെ ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അരിമത്യക്കാരൻ ജോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനാണ് എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. രഹസ്യ ശിഷ്യനായിരുന്ന ജോസഫ് ധീരതയോടെ തന്റെ ശിഷ്യത്വം മറച്ചു വയ്ക്കാതെ പിലാത്തോസിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈശോയുടെ ശരീരം ആവശ്യപ്പെടുകയാണ്. അപ്പം ജോസഫ് ഇവിടെ സ്വന്തം ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. തൻ്റെ കുടുംബ സ്വത്തായ പാറയില് ഒരു ഗുഹ പോലെ വെട്ടിയുണ്ടാക്കിയ കല്ലറ എന്ന് പറയുന്നു. കുടുംബ കല്ലറയാണ്, എല്ലാവരും സംസ്കരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന കല്ലറയാണ്. അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്, ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അവിടെയാണ് ഈശോയെ സംസ്കരിക്കുക. അപ്പൊ ജോസഫ് തൻ്റെ ജീവിതത്തിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതം വഴി. ഇതുപോലെ നാം ഓരോരുത്തരും യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നതാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുവിശേഷം പ്രഘോഷിക്കാൻ, സുവിശേഷമേകാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ എത്രത്തോളം നമുക്ക് ഫലപ്രദമായി സുവിശേഷം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് ഒരു 1.5 വർഷമായിട്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിനായിട്ട് ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കി അന്ന് മുതൽ ഞാൻ പല ധ്യാനങ്ങൾക്കും അതുപോലെ ഓൺലൈൻ ശുശ്രൂഷകളിലൊക്കെ വചന പ്രഘോഷണം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ചിന്ത ഇങ്ങനെയാണ്: എത്രത്തോളം ഫലപ്രദമായി എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ വഴി അത്രത്തോളം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ചിന്ത എന്നെ ഒത്തിരി വിഷമിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനത് ഈശോയുടെ മുമ്പിൽ ഇരുന്നത് പ്രാർത്ഥിക്കും. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ചിന്ത അത് തന്നെയാണ്. അപ്പൊ ഞാനിത് പ്രാർത്ഥിച്ചു. അതിന് കിട്ടിയ എനിക്ക് ഉത്തരം എങ്ങനെയാണ്? ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ, ഞാൻ എത്രത്തോളം നിന്നിൽ ഞാൻ വളർന്നിട്ടുണ്ട്, എത്രത്തോളം മറ്റുള്ളവർക്ക് നിന്നെ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 6 മുതലുള്ള തിരുവചന പ്രകാരമാണ്: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയേണ്ടത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. അപ്പൊ ഈ വചനത്തിന്റെ താഴെ നോക്കുമ്പോൾ ഇതിനോട് ചേർന്ന വചനം പറയാം. നിയമാവർത്തന പുസ്തകം 30 അധ്യായത്തിലും ഇതേ വചനം തന്നെ എഴുതി വെച്ചിരിക്കുക. 30 അധ്യായം 11 മുതൽ 14 വചനങ്ങളിൽ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല. അവിടെയും എഴുതി വെച്ചിരിക്കുകയാണ്: വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഇതാണ് എനിക്ക് കിട്ടിയ ഉത്തരം ഈശോയോടുള്ള ചോദ്യത്തിന്. അതായത് ക്രിസ്തുവിനെ അന്വേഷിച്ച് ആരും സ്വർഗത്തിലേക്ക് പോകണ്ട, പാതാളത്തിലേക്ക് പോകണ്ട. പിന്നെയോ വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് വചനം നിന്റെ കൂടെയുണ്ട്. ആ വചനമാണ് ഈ ബുക്ക് മുഴുവനും എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം വചനത്തിൽ നിറയുന്നോ അത്രത്തോളം ക്രിസ്തു എന്നിൽ വളരുമെന്ന് ഞാൻ മനസ്സിലാക്കി.
നമ്മുടെ ശുശ്രൂഷകളില് ദൈവിക ശക്തി പ്രകടമാകണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷ ഫലപ്രദമായി നാം ചെയ്യുന്ന ഓരോ ഏത് ദൈവരാജ്യ ശുശ്രൂഷയായാലും അത് ഫലപ്രദമായി ചെയ്യണമെങ്കിൽ, അതിലൂടെ ദൈവിക ശക്തി പ്രകടമാകണമെങ്കിൽ നാം വചനത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടണം എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി. വചനത്തിൽ ആഴപ്പെടാൻ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കുന്നവനാണ്, ഒരധ്യായം വചനം, ഒന്നും അതിലധികം വചനം വായിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വചനം വായിക്കുക മാത്രമല്ല, വചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, അത് വില കൊടുത്ത് തന്നെ ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ച് അതെന്റെ ഹൃദയത്തിന്റെ ഭാഗമായി, ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി അത് ഞാൻ ആഴത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് വചനം എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്, വചനം എന്നിൽ നിറയുന്നത്, വചനത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നത്, വചനത്തിന്റെ ഫലങ്ങൾ എന്നിൽ പ്രകടമാകുന്നത്. അങ്ങനെ ഞാൻ ക്രിസ്തുവായി മാറുന്നതാണ്. ഇങ്ങനെ നാം രൂപാന്തരപ്പെട്ട് ദൈവിക ശക്തി നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകളില് ദൈവിക ശക്തി പ്രകടമാകുകയുള്ളൂ. നാം ഓരോരുത്തരും ചെയ്യുന്ന ദൈവിക ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ ഈ വചനം നമ്മളിൽ കൂടുതൽ, നമുക്കറിയാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതാണ്ട് 36,000-38,000 വചനം ഉണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അത് നിറയുന്നു, അത്രത്തോളം ദൈവിക ശക്തി നമ്മളിൽ പ്രകടമാകും. അപ്പോൾ മാത്രമേ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്നിപ്പോ എന്നെ കേൾക്കുന്നവരും അതല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം വചനം പങ്കുവച്ചവരൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നാം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഈ വചനം നമ്മളെ സ്പർശിച്ചിട്ടുണ്ടാവും. അന്ന് അവിടെ കേട്ട വചന പ്രഘോഷണം, ആ ദൈവത്തിന്റെ വചനം നമ്മളെ സ്പർശിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതും നാം ഈശോയിൽ വളരാൻ ആഗ്രഹിച്ചതും ഈശോയിലേക്ക് കടന്നു വരാനായിട്ട് ആരംഭിച്ചതും അപ്പോഴായിരിക്കും. അപ്പം എത്രത്തോളം നാം വചനത്തിൽ ആഴപ്പെടുന്നോ അത്രത്തോളം നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ ശുശ്രൂഷകളിൽ മാറ്റം സംഭവിക്കും. ഇതാണ് ആദ്യത്തെ ചിന്ത നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇതാണ് എനിക്ക് ഈ നോമ്പുകാലത്ത് കിട്ടിയ. അപ്പൊ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എൻ്റെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചത് ഇത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഈശോയെ, എനിക്ക് വചനം പഠിക്കണം, വചനത്തിൽ എന്നെ ആഴപ്പെടുന്നത്, എനിക്ക് വചനമായി മാറണം, നീയായി മാറണം, എങ്കിൽ മാത്രമേ നിന്റെ ശക്തി എന്നിൽ പ്രകടമാകുകയുള്ളൂ. അതാണ് ഇതിന്റെ ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ രണ്ടാമത്തെ ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ സുവിശേഷമേകാനും സാധിച്ചേരാനും ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ സംഭവം, എൻ്റെ കുടുംബത്തിൽ തന്നെ സുവിശേഷമാകാനും പറ്റിയ ഒരു അവസരമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ ഡാഡി ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അപ്പം പലപ്പോഴും പുറത്തൊക്കെ ആള് വളരെ ശാന്തനാണ്, പക്ഷെ ആ ദേഷ്യം മുഴുവനും തീർക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. അപ്പൊ പലപ്പോഴും വീട്ടിൽ വന്നിട്ട് വെറുതെ വഴക്ക് പറയും, മക്കളെയൊക്കെ വഴക്ക് പറയും. ഒരു ദിവസം ഞാൻ ക്ലിനിക്കിലേക്ക് പോകാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഡാഡി കിടന്ന് മക്കളെ ഒരുപാട് വഴക്ക് പറയും. അപ്പൊ പെട്ടെന്ന് ഇരിക്കാണ്ട് ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്ന് ഞാൻ ഡാഡി അവരുടെ മുമ്പിൽ വെച്ച് കുറെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അനുതാപം നൽകി. ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്നു. അപ്പൊ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചോട് ക്ഷമ ചോദിച്ചു, ഈശോയെ ഞാൻ തെറ്റ് ചെയ്തു, ക്ഷമ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ക്ലിനിക്കിലേക്ക് ഇറങ്ങി. ക്ലിനിക്കിലേക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ ചിന്ത ഇതാണ്, ഇതിനെങ്ങനെ പരിഹാരം ചെയ്യും എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഡാഡിയോട് ഞാൻ ക്ഷമ ചോദിക്കും. അങ്ങനെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഡാഡിയുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഡാഡിയോട് ഞാൻ ക്ഷമ ചോദിച്ചു, ഡാഡി ഇന്ന് ഞാൻ ഡാഡിനെ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയാൻ എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ മക്കളോട് ഞാൻ ക്ഷമ ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു തെറ്റായ ദുർമാതൃക നൽകി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ അതിനൊരു പരിഹാരം ചെയ്തു. സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ രണ്ടാമത്തെ മകൻ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്കൂളിൽ അന്ന് അവരുടെ ക്ലാസ്സിലെ പാരൻസിന്റെ ഒരു ഗാദറിംഗ് ഉണ്ട്, പാരൻസ് കുട്ടികളും. അപ്പൊ അതിനിങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു ഗെയിം വെച്ചത് എങ്ങനെയായിരുന്നു, പാരൻസിനെ മാറ്റിയിരുത്തും, എന്നിട്ട് മകൻ മൈക്കിൽ പോയിട്ട് അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ നിന്ന് അവനെ സ്പർശിച്ച ഒരു സംഭവം ഷെയർ ചെയ്യുന്നു. അതെന്റെ രണ്ടാമത്തെ മകൻ ഷെയർ ചെയ്ത ഈ സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കുടുംബത്തിൽ സുവിശേഷമാകാനായിട്ട് വരും. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു നോമ്പ് കാലത്താണ്
അന്ന് ഞാനിങ്ങനെ ആകാശപ്പറവുകളുടെ ശുശ്രൂഷയിൽ കൂടുതലായിട്ട് ആകാശപ്പറവുകളുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അന്നിങ്ങനെ ഒരു നോമ്പ് കാലത്ത് വാർഷിക ധ്യാനം പള്ളിയിൽ നടക്കാം. അപ്പോ വാർഷിക ധ്യാനം കൂടാനായിട്ട് പെട്ടെന്ന് നേരത്തെ വീട്ടിലെത്തണം. 5:30 6 മണിയാകുമ്പോൾ ധ്യാനം തുടങ്ങും. അപ്പൊ ഞാൻ അങ്ങനെ ബൈക്കിനാണ് അന്നത്തെ ദിവസം പോവുക. അപ്പൊ അന്ന് ഞാൻ വീട്ടിലെത്തി. വീട്ടിന്റെ പടിക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിന്റെ പടിക്ക് മതിലും ചാരി ഒരു അപ്പാപ്പൻ ഇരിക്കുന്നു. ഈ അപ്പാപ്പൻ സമയം കഴിഞ്ഞോ? സമയായോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പാപ്പൻ ഇരിക്കാം. അപ്പൊ ഈ അപ്പാപ്പൻ ഇരിക്കും. ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു, അപ്പാപ്പൻ എന്തിനാ ഈ ഇരുട്ടാവാറായി? അപ്പാപ്പന് അപ്പൊ അപ്പാപ്പൻ പറഞ്ഞാണ്ട് വീടിന്റെ 1 കിലോമീറ്റർ അപ്പുറം ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറത്ത് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പാപ്പന്റെ വീട്. അപ്പാപ്പന്റെ അവിടുന്ന് അപ്പാപ്പന്റെ ചേട്ടന്റെ മോള് ഈ ഭാഗത്തുണ്ട്. അവിടേക്ക് വഞ്ചിയിൽ കടന്ന് വന്നതാണ്. അങ്ങനെ വഴി കൂടെ നടന്നു വന്ന് രാത്രി ഇരുട്ടായി തുടങ്ങി. പിന്നെ അപ്പാപ്പന് കണ്ണ് കാണില്ല. അപ്പൊ അപ്പാപ്പനോട് ചോദിച്ചു, അപ്പാപ്പൻ ഇവിടെ ഇരിക്കാൻ പോണേ, നാളെ രാവിലെ ഇനി ഞാൻ പോണുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പാപ്പനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അപ്പാപ്പന് ആകെ അറിയാവുന്നത് അവളുടെ വീടിന്റെ അടുത്ത് ഒരു കുളം ഉണ്ട്, പിന്നെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്, ഇത്ര അറിയാം. അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തുള്ള പ്രശാന്ത് ഒരു ഓട്ടോറിക്ഷ ഇട്ടു. അപ്പൊ ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു, ഇങ്ങനെ അപ്പാപ്പൻ ഇങ്ങനെ വന്നതാണ്, ഒരു കുളം ഉണ്ട്, ഒരു കള്ള് ഷാപ്പ് ഉണ്ടെന്ന് പറയുന്നത്, എന്താ ചെയ്യേണ്ടത്? അപ്പം പ്രശാന്ത് പെട്ടെന്ന് പറഞ്ഞു, അത് ഒരുപക്ഷെ ചൗക്ക ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ചൗക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയാണ്. ചൗക്ക പള്ളിയോട് ചേർന്ന്. അപ്പം അപ്പാപ്പനെ ഞാൻ ബൈക്കിൽ ഇരുത്തി ഈ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കുളം കഴിഞ്ഞു. അത് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ജംഗ്ഷനിൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിർത്തി ഞാൻ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കുക, അപ്പാപ്പനെ ആരെങ്കിലും അറിയാം? ആരാരും അപ്പാപ്പനെ അറിയില്ല. അപ്പൊ ആൾക്കാരൊക്കെ ചുറ്റും കൂടി ആർക്കാർക്ക് അപ്പാപ്പനെ. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞു പോയ ഒരു കൃഷിഭവൻ ഉണ്ട്, അവിടെയാന്ന് തോന്നണം അപ്പാപ്പൻ പറയുന്ന സ്ഥലം. അങ്ങനെ ഞാൻ അപ്പാപ്പനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞ് അവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവർക്കും ആർക്കും അറിയില്ല. അപ്പൊ ഏതാണ്ട് 1.5 മണിക്കൂർ ആവാറായി. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ച് വീണ്ടും ഈ പഴയ ജംഗ്ഷനിലേക്ക് തന്നെ വരാണ്. അപ്പൊ വരുന്ന വഴി ഞാനൊരു തീരുമാനം എടുത്തു, ഇന്ന് അപ്പാപ്പന്റെ വീട് കിട്ടിയില്ലെങ്കിൽ ഈ അപ്പാപ്പൻ എന്റെ വീട്ടിൽ കിടക്കും, വീടിന്റെ ഉള്ളിലായിരിക്കും താമസിക്കുക. അപ്പൊ എനിക്കറിയാം ഡാഡി എതിർക്കുമെന്ന് അറിയാം. ഇനി ഡാഡി എതിർത്ത് ഞാൻ അപ്പാപ്പനെ പുറത്താക്കാൻ പറഞ്ഞ് ഞാനും അപ്പാപ്പന്റെ കൂടെ പുറത്ത് കിടക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ ഈ ജംഗ്ഷനിലേക്ക് വന്നു. അപ്പോഴേക്കും ആൾക്കാർ പറയുമോ, പാവം ഈ പയ്യൻ എത്ര നേരമായി ഈ അപ്പാപ്പനെയും കൊണ്ട് നടക്കണം. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി ഇവിടെ വന്നു. അപ്പാപ്പനെ തിരിച്ചറിഞ്ഞു. ഈ അപ്പാപ്പന്റെ വീട് ആ ജംഗ്ഷനിൽ തന്നെയായിരുന്നത്, എന്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സുവിശേഷമാകാൻ, അപ്പം ആ സ്നേഹത്തിന്റെ ശുശ്രൂഷ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഈശോ ഉള്ളിൽ വന്നപ്പോ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഈശോ എന്നെ വളർത്തിയ ഒരു സംഭവമായിട്ട് അത് എനിക്ക് തോന്നി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വചന ഭാഗങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ദൈവിക ശുശ്രൂഷയിൽ നാം ആഴപ്പെടണമെങ്കിൽ വചനത്തിൽ നാം ആഴപ്പെടണം. വചനം പഠിക്കണം, ധ്യാനിക്കണം, ജീവിക്കണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത്രത്തോളം നമ്മുടെ ശുശ്രൂഷ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആമേൻ. താങ്ക് യു.